അല്ല 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 മറ്റേ വയസ്സായവര് ഒരു നിമിഷം വയസ്സായ ആൾ അത് അവര് വരുന്നവരെ ഞാൻ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ആസിഫ് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ വരാൻ തയ്യാറാണ്, ഇപ്പോഴും വരികയില്ല. അവരെ ഒന്ന് ആക്കിയിട്ട് പോകാൻ പറ്റിയത് ഒരു സേഫാണ്. അല്ലെങ്കിൽ അച്ഛനെ ഇന്ന് നോക്കാൻ ഒരാളെ തൽക്കാലം വേണമെങ്കിൽ അച്ഛനെ നോക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്നതിനകത്ത് ഞാൻ ഇപ്പുറത്ത് പറഞ്ഞ ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പിനകത്ത് അതും വിടും. ഒരു ചെറുപ്പക്കാരൻ 2 ദിവസം ഒരു വയസ്സായ ആളെ നോക്കാമെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വയസ്സായ ആളുടെ മധ്യവയസ്സുള്ള ആൾക്ക് കുറച്ച് സമയം കിട്ടും, ഈ ചെറുപ്പക്കാരനെ ചിലപ്പോൾ ഒരു ചെറിയ വരുമാനം കിട്ടും, ആ വയസ്സായ ആൾക്കൊരു ആള് കൂട്ടാവും. ഇത് ഞാനിപ്പോ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു സാധനമാണ്. ഇതിന് ഒരു ഗവൺമെന്റിന്റെ പിന്തുണ പോലും വേണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ടീമിനെ ഉണ്ടാക്കിയാല് അത്തരത്തിലൊരു 100 വളണ്ടിയേഴ്സിനെ ഇവിടെ ഉണ്ടാക്കിയാൽ ഈ വളണ്ടിയേഴ്സിനെ കൊണ്ട് ഒരു 100 പേരെ എനിക്ക് 100 വയസ്സായ ആളുകളെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ആ വളണ്ടിയേഴ്സിന്റെ എണ്ണം 500 ആയാൽ അതിന്റെ ഡബിൾ ആകാൻ പറ്റും. ഇത്തരത്തിൽ പ്രാഥമികമായി മനുഷ്യന്റെ കാര്യങ്ങളിൽ ഇടപെടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അല്ല 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 മറ്റേ വയസ്സായവര് ഒരു നിമിഷം വയസ്സായ ആൾക്ക് ഉപരിവർഗവും മധ്യവർഗവും ഉണ്ടോ? ചെറുപ്പക്കാർക്ക് ഉപരിവർഗവും വയസ്സായ ആളാണെങ്കിൽ വയസ്സായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളെ നോക്കാൻ ഒരാൾ വരുന്നതിന് അടിസ്ഥാന വർഗ ഉപരിവർഗത്തിന്റെ വീട്ടിലാണോ ചൂടില്ലാതെ ഏജ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്? അതാണോ ആവശ്യമല്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമില്ലേ? ഈ മണ്ഡലത്തിൽ കർഷകരുണ്ട്, എന്നോട് ചോദിച്ച ചോദ്യം മാനസിക സന്തോഷത്തിനും ശാരീരിക ഇവർക്ക് എന്ത് ചെയ്യുന്നുള്ളതാണ്. ഒരു ഉപരിവർഗവും കീഴ്വർഗവും ഒന്നും ഉണ്ടായിരുന്നില്ല. ചൂടെടുത്ത് വീട്ടിൽ കിടക്കുന്നവർ കേസ് കൊടുക്കുക എന്ന് പറയുന്നതിന് വർഗത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. കർഷകരുടെ കാര്യം എന്ന് പറയുന്നത് വേറെ വിഷയമാണ് നിങ്ങൾ ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഉപരിവർഗം എന്ന് പറയുന്നത് കർഷകരുടെ വിഷയം എന്ന് പറയുന്നത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും കൃഷിയിടം കാലുകൊണ്ട് ചിക്കിയും ഒക്കെ നിൽക്കുന്ന ഒരുപാട് വീടിന്റെ മുറ്റത്ത് മണ്ണ് കൂട്ടിയിട്ടിരിക്കാൻ പോലെ നെല്ല് ചാക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അതിന് കൂടി ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ നഗരവും ഗ്രാമവും തമ്മിലുള്ള അടുപ്പം, ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ കാളവണ്ടിയും നെൽപ്പാടമുള്ള ഗ്രാമവും 15 മിനിറ്റ് യാത്ര ചെയ്താൽ നല്ലൊരു വലിയൊരു അർബൻ ഏരിയയിലൂടെ നമുക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ട് ഈ പാലക്കാട്. ഇത് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു വലിയ സ്കോപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്നും ഇവിടെ നെല്ല് മാത്രമല്ല പശു വളർത്തുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. രാവിലെ പാല് നഗരത്തിലേക്ക് എത്തുന്നത് നമുക്ക് അതിലൊരു നല്ല സോഴ്സ് ഉണ്ടാക്കിയാൽ അവിടെ നിന്നുള്ളത് പെട്ടെന്ന് നഗരത്തിൽ പശുവിനെ വളർത്തുന്നവരില്ല. ഇടനിലക്കാരുടെ എണ്ണം കുറയുകയും കുറച്ചുകൂടെ ബെനിഫിറ്റ് ഗ്രാമത്തിലുള്ളവർക്ക് കിട്ടുകയും ചെയ്യാൻ പറ്റും. അപ്പം കർഷകർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മണ്ഡലത്തിൽ മുഴുവൻ യാത്ര ചെയ്തതിൽ നമുക്ക് ഒരു വിഷയം പറയുന്നത് പറയാൻ പറ്റുന്ന രീതിയിലല്ല ആളുകളുടെ ആവശ്യങ്ങൾ. എല്ലാ തരത്തിലുള്ള ആളുകൾ, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇവിടെ ടർഫും ഫുട്ബോൾ ഗ്രൗണ്ടും വേണമെന്ന് പറയുന്നവരുടെ തൊട്ട് വലിയ വലിയ ആവശ്യങ്ങൾ പറയുന്നത് വരെയുള്ള റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന വിവിധങ്ങളായ ആളുകളെ കണ്ടു. ഇതിലെല്ലായിടത്തും ഏറ്റവും സിൻസിയറായി നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മാനസികമായ സന്തോഷത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രാധാന്യം ഞാൻ അതിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് പറഞ്ഞത്. അത് ചെയ്യും. സമൂഹത്തിന് മൊത്തം ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ അധികം ആളുകൾക്കും നേരിട്ട് കിളികളെ കിട്ടുക എന്നുള്ളതാണ് ആഗ്രഹിക്കുക. പെൻഷൻ പോലെ ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി 1500 രൂപ ഓരോ ആളുകൾക്കും മാസം വീട്ടമ്മമാർക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് MLA ആയിട്ട് 1500 രൂപ കൊടുക്കുന്നുണ്ടോ? അത് വേറൊരാള് പറഞ്ഞൊരു കാര്യമാണ്. അതിനെ കാണുക, അല്ലെങ്കിൽ അതിനെ ഞാൻ ഇപ്പോൾ ഇരുന്ന് വിലയിരുത്തുക എന്ന് പറയുന്നത് ഒരു മത്സരം നടക്കുന്ന സമയത്ത് ഒരു എന്താ പറയുന്നത്, ഒരു ജെനുവിൻ പൊളിച്ച് ഒരു ഡീസന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമുക്ക് മുമ്പും വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രാക്ടിക്കലായ കാര്യങ്ങളും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഇതുവരെ കിട്ടിയ വാഗ്ദാനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടേണ്ടതായിരുന്നു, എന്തെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ മറ്റൊരാൾ പറഞ്ഞ അവരുടെ പ്ലാനുകളെ, അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞൊരു പ്ലാൻ മറ്റൊരാളോട് ചോദിക്കുന്ന പോലെ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അത് അവരുടെ ഐഡിയയിലുള്ള കാര്യമാണ്. അതാരാന്ന് എനിക്ക് ഒരു ദീർഘകാല അളവിൽ പറഞ്ഞായിരിക്കും. വരുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും കിട്ടുന്നത് ഒരാഗ്രഹമുണ്ട്. ഒരാൾ വനിതാ മുഖ്യമന്ത്രിയാകുന്നത് നല്ല കാര്യം തന്നെയാണ്, ഇതിലൊന്നുമില്ല. അത് ഈ തെരഞ്ഞെടുപ്പിനാണോ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നതാണല്ലോ ആയിരിക്കും ഇല്ല പറഞ്ഞത്. ഒരു വനിതാ മുഖ്യമന്ത്രിയെ കണ്ടാൽ കൊള്ളാം, സന്തോഷമുണ്ടെന്നുള്ളതായിരിക്കും. ഉൾപ്പെടെയുള്ള പ്രചാരണത്തിന് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഭാവി പ്രചാരണ പരിപാടികൾ?
ഞാൻ പറഞ്ഞല്ലോ, ഭാവി പ്രചാരണ പരിപാടികൾ നമ്മൾ കുറച്ച് പ്ലാനിലാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലതവണ പറഞ്ഞതുപോലെ ഇനി ഒരു പോസ്റ്ററിന്റെ എണ്ണത്തിലോ ഹോർഡിങ്സിന്റെ എണ്ണത്തിലോ ഒന്നും ഒരാളുമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വളരെ വൈകിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ തവണയും ഇവിടെ കാണുമ്പോൾ പോസ്റ്ററിലും ഹോർഡിങ്ങിലും അതിന്റെ എണ്ണത്തിലും ഒക്കെ BJP മുന്നിലും വാർത്തകളിലും കാര്യങ്ങളിലും ഒക്കെ LDF മുന്നിലും ജയിക്കുമ്പോൾ UDF മുന്നിലും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത് എല്ലാ തവണയും. പിന്നെ ഞങ്ങൾ സിനിമയിലുള്ളവർ പറയും, എത്ര പോസ്റ്റർ വെച്ചാലും എത്ര നടന്മാർ ഇറങ്ങി നടന്ന് പബ്ലിസിറ്റി ചെയ്താലും ഏതെല്ലാം സ്റ്റാർ ഇറങ്ങിയാലും ഒരു സിനിമ വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന കണ്ട നമുക്ക് ഉറപ്പുള്ള നമ്മളോട് സ്നേഹമുള്ള ഒരാൾ തരുന്ന വാക്കിന്റെ വിശ്വാസത്തിലാണ്. അതിലാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മൾ വളരെ സിൻസിയറാണ്. നമ്മൾ പരമാവധി പറ്റുന്ന കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുക, ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വിളിക്കില്ല എന്നാ പറഞ്ഞു, എത്തിക്കില്ല എന്നല്ല പറഞ്ഞു. ഞാൻ ആരും വരണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ നിർബന്ധിച്ചാരെയും കൊണ്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് വേണ്ടിയാണല്ലോ, താങ്കൾക്ക് വേണ്ടിയാണല്ലോ. അത് അവര് വരുന്നവരെ ഞാൻ വേണ്ടെന്ന് പറയുന്നത്. ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ആസിഫ് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ല, വിളിച്ചാ വരാൻ തയ്യാറാണ്, ഇപ്പോഴും വരികയില്ല. എനിക്ക് ഒരാൾ, നിങ്ങൾ സിനിമാ താരങ്ങൾ വരുന്നത് മാത്രമേ അറിയുന്നുള്ളൂ. എന്റെ കൂടെ കോളേജിൽ പഠിച്ചവര് തൊട്ട് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ മണ്ഡലത്തിൽ വരുന്നുണ്ട്, എന്നെ കാണാൻ വരുന്നുണ്ട്, നടക്കാൻ വരുന്നുണ്ട്. അവര് എന്നോടിടാ ഞങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ വരാൻ റെഡിയാണ്. നിങ്ങൾ ഇവിടെ വരണ്ടെന്ന് പറയുന്നതിനകത്ത് ഞാൻ അത് തീർക്കേണ്ട ആവശ്യമില്ല. അവർ വന്നോട്ടെ. ഞാൻ ഒരാളെ, എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ പറയും, എടാ നിങ്ങൾ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ സൈബർ ടങ്ങളിൽ, എനിക്ക് സമയത്തിന്റെ ഒരു ചെറിയ അഭാവമുണ്ട്, സൈബർ ടങ്ങളിൽ കേൾക്കേണ്ടി വരും, നിങ്ങൾ റെഡി ആണെങ്കിൽ വന്നോ, നിങ്ങൾ ചെയ്തു. എനിക്ക് ഞാൻ വിളിച്ചിട്ട് ഞാൻ വേറെ വിളിക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്ന ഒരു പരിപാടി നടക്കുന്നത് ഞാനായിട്ട് എന്തിനാ ഇല്ലാണ്ടാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമയം ഭയങ്കര പരിമിതമാണ്, വളരെ പരിമിതമായിട്ട്. അതായത് ഏതാണ്ട് ഒരു 4 മണി ടു രാത്രി 1 o'clock വരെ ഇങ്ങനെ നിലനിർത്താതെ കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഇതിന് തൊട്ടു മുമ്പ് വരെ പോലും വേറൊരു ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഓടി വരുന്നത്. നിങ്ങൾ ചോദിച്ച പല വിഷയങ്ങളും പ്രിപ്പയർ ചെയ്ത് വരിക എന്ന് പറയും ഒരു പത്രസമ്മേളനത്തിന് വരുമ്പോൾ. അങ്ങനെ ഒരു സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പല സന്ദർഭങ്ങളിൽ ആലോചിച്ചു പോയി. ഇതെല്ലാം യാത്രക്കിടയിൽ ആലോചിച്ച കാര്യങ്ങളാണ്. എല്ലാ സഹകരിച്ചവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നമ്മൾ വീണ്ടും കാണേണ്ടവരാണ്. ഈ കഴിഞ്ഞ കുറെ നാള് ഞാനും മാധ്യമരംഗത്ത് തന്നെ നിന്നിട്ടുള്ളവരാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.